ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈജയന്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് രോഹിത്തിനോട് ചോദിക്കാൻ വേണ്ടി റൂമിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് മോൻ്റെ അടുത്ത്, നീയും ഹരിയും കൂടെ അലീനയെ റൂമിലോട്ട് വിളിച്ചു വരുത്തി ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് ഒന്ന് സൈലൻ്റാണ്. അപ്പോൾ വൈജയന്തി തുറിച്ച് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഒന്ന് പരുങ്ങി കളിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിക്കണ സമയത്ത് വൈജ പറയുന്നുണ്ട്, വിശദീകരണങ്ങളൊന്നും എനിക്ക് വേണ്ട, അവളോട് അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം രോഹിത് ഇല്ല എന്നും പറയുന്നില്ല, ഉണ്ട് എന്നും പറയുന്നില്ല, ഓരോ രീതിക്ക് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പം തന്നെ വൈജയ്ക്ക് കാര്യം മനസ്സിലായി. വൈജ ഓങ്ങി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരടി കിട്ടുന്നുണ്ട് രോഹിത്തിന്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലുള്ളൊരു നീക്കമാണ് വൈജയന്തിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവുക കേട്ടോ. നല്ല അടിക്കുന്നുണ്ട് രോഹിത്തിനെ, നന്നായി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചോദിക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയടാ ഇല്ലയെന്ന് പറയടാ എന്ന് പറഞ്ഞ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരമ്മ ഒരു മകൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സങ്കടം ഉണ്ടല്ലോ, അതെല്ലാം വൈജയന്തിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. നിനക്കിതിൽ പങ്കില്ലടാ പങ്കില്ല എന്ന് പറ എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. രോഹിത്തൊന്നും മിണ്ടുന്നില്ല, അടി കൊള്ളല്ലാണ്ട് വേറെ നിവർത്തിയില്ല. നന്നായിട്ട് അടി കിട്ടുന്നുണ്ട് രോഹിത്തിന്. അത് കഴിഞ്ഞിട്ട് അത്രയും വിഷമത്തോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി വല്ലാണ്ട് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് നിന്ന് കരയുകയാണ്. അങ്ങനെ കരഞ്ഞിട്ട് ആ ബെഡിൽ പോയിരുന്നിട്ടും അവിടെ ഇരുന്ന് ഒരുപാട് നേരം കരയുന്നുണ്ട്. അന്നേരം രോഹിത് മാറി നിന്നിട്ട് ഒരു സൈഡിൽ, അലമാര സൈഡിൽ നിന്നിട്ട് അവന് അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് അവന് നിന്ന് കരയുന്നുണ്ട്. അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് വൈജ പറയുകയാണ്, ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജ ഉന്മേഷയിൽ വിഷമത്തോടെ വന്നിരിക്കുന്നതാണ്. അന്നേരം അലീന വാതിൽ തുറന്ന് വരുന്നുണ്ട് മുത്തശ്ശീൻ്റെ റൂമിൽ നിന്ന്. എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മേഡം എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് വൈജ പറയുന്നുണ്ട്, നീ എവിടുന്ന് ഇറങ്ങി പോകണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അതായത് ഞാൻ പറയാതെ തന്നെ നീ നിൻ്റെ ഇഷ്ടപ്രകാരം ഇവിടുന്ന് ഇറങ്ങി പോകണം എന്നാണ് വൈജ ആവശ്യപ്പെടുന്നത്. അന്നേരം അലീന ഇതൊക്കെ കേട്ട് അതിശയിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈജ പിന്നെയും പറയുന്നുണ്ട്, ഞാനായിട്ട് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോൾ ബാലൻ എതിർക്കും, അമ്മ എതിർക്കും, അതേപോലെ മനു ചിലപ്പോൾ ന്യായം പറയാൻ വരും. അതുകൊണ്ട് അവരോടൊന്നും എതിർത്ത് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് നീ തോറ്റു തരണം എന്ന് വൈജ അലീനൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ അന്ന് തൊട്ട് മേഡത്തിനോട് ചോദിക്കുന്നതാണ്, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത്? അതിന് ഇതുവരെ മേഡം എനിക്ക് മറുപടി തന്നിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് തൊട്ട് മേഡം എന്നെ പരിഹസിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, അപമാനിക്കുന്നു. ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വൈജ പറയുന്നുണ്ട്, അത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എന്നോട് ചോദിക്കാതെ എൻ്റെ ഇഷ്ടം പരിഗണിക്കാതെയാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പിന്നെ പറയുന്നുണ്ട്, എന്നോട് ചോദിക്കാതെ എൻ്റെ ഇഷ്ടം പരിഗണിക്കാതെയാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനീതമായിട്ട് ഇവിടെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല, നീ വരുന്നത് വരെ എന്ന് വൈജ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജ പറയാണ്, നീ നിൻ്റെ കഴക്കൂട്ടത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ നിന്നെ വേണ്ടാന്ന് പറഞ്ഞവളാണ് ഞാൻ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു യുക്തി വേണ്ട മേഡം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചോ? പറഞ്ഞ ജോലി ചെയ്യാതിരുന്നോ? മോഷ്ടിച്ചോ? ആരുടെയും കുറ്റം പറഞ്ഞോ? ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം കലങ്ങിയത് എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് വൈജ പറയാണ്, ഇതിനു മുമ്പ് ഒരുപാട് വേലക്കാരികൾ ഇവിടെ നിന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീന അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പ്രശ്നക്കാരി ആയതുകൊണ്ടാണോ മേഡം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ആൺകുട്ടികളുള്ള വീട്ടിൽ നിന്നെ നിർത്താൻ കൊള്ളത്തില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതാ, നീ എന്താ അത് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആരാണ് മേഡം കൊള്ളില്ലാത്തത്? ഞാനാണോ കൊള്ളില്ലാത്തത്? അതോ മേഡത്തിൻ്റെ മകനാണോ കൊള്ളില്ലാത്തത്? ഞാനാണോ കൊള്ളില്ലാത്തത്? അതോ മേഡത്തിൻ്റെ ആങ്ങളയുടെ മോനാണോ കൊള്ളില്ലാത്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജ ഒന്നും മിണ്ടുന്നില്ല, സൈലൻ്റാണ്. പിന്നെ അലീന ചോദിക്കുന്നുണ്ട്, പെൺകുട്ടികളോട് റെസ്പെക്റ്റോടെ പെരുമാറാൻ മേഡം മകനെ പഠിപ്പിക്കണമായിരുന്നു. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് ആങ്ങളുടെ മകനെ മേഡം പഠിപ്പിക്കണമായിരുന്നു എന്ന് പറയുക കേട്ടോ അലീന. അത് കേട്ട് വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് വൈജ അങ്ങോട്ട് മുമ്പോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അലീന പുറകെ ചെന്ന് പറയുന്നുണ്ട്,
മുമ്പ് അലീന ആദ്യമായിട്ട് വീട്ടിൽ വന്ന ദിവസങ്ങളിൽ കുറച്ച് കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വൈജ. അതായത് അലീന വന്ന ദിവസങ്ങളിൽ അവളെ ഡ്രസ്സിങ് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നൈറ്റൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് പരിഹസിച്ചിട്ടൊക്കെ അവളുടെ അടുത്ത് കുറേ പെരുമാറിയത് കൊണ്ട് തന്നെ അവൾ ചോദിക്കുകയാണ്, ഇതിലൂടെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാഡത്തിന് എന്ത് മെസ്സേജാണ് മാഡം മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അലീന പറയുന്നുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ആദ്യം മാഡം പഠിക്കണം, എന്നിട്ട് മക്കളെ പഠിപ്പിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അത് കേട്ടതും വൈജിക്ക് വല്ലാണ്ട് ദേഷ്യം വന്ന് തിരിഞ്ഞു എന്ന് പറയുന്നുണ്ട്. നിനക്ക് പോകാൻ മനസ്സില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറയാണ് വൈജ. അപ്പോൾ അലീന പറയാണ്, ഞാൻ പോവാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, എനിക്ക് ഈ വീട് മതിയായി, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറയാണ് അലീന. പക്ഷേ എനിക്കൊരാഴ്ചത്തെ സമയം വേണം, കാരണം മാഡത്തിൻ്റെ മകനും ആങ്ങളയുടെ മകനും കൂടെ എനിക്ക് തന്ന മുറിവൊന്ന് ഉണങ്ങാനുള്ള സമയം, കാരണം എനിക്ക് വേറൊരു സ്ഥലത്ത് പോയാലും പണിയെടുക്കാൻ കഴിയണമല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വൈജേൻ്റെ അടുത്ത് അലീന. അന്നേരം വൈജു ഒന്നും മിണ്ടുന്നില്ല, സൈലൻ്റാണ്. അലീനയെ നോക്കി അങ്ങനെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് അങ്ങ് നടന്ന് നീങ്ങിക്കഴിഞ്ഞതിന് ശേഷം അലീന അവിടെ അങ്ങനെ തിരിഞ്ഞു എന്ന് പറയുന്നുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരെ പഴിക്കുമ്പോൾ. അത് കേട്ടതും വൈജ ഭയങ്കര ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അലീന അത്രയും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറിപ്പോയി കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്ത് അടി കിട്ടിയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഹരീനെ വിളിക്കുന്നുണ്ട്. അന്നേരം ഹരി വേറെ ഏതോ ഒരു റോഡ് സൈഡിൽ നിന്നുകൊണ്ട് രോഹിത്തിനോട് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ വാഗമണ്ണാണ്, എൻ്റെ ഗേൾ ഫ്രണ്ട് ശരണ്യൻ്റെ കൂടെയാണ്, ഞങ്ങളിവിടെ റിസോർട്ട് എടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് രോഹിത്തിനാകപ്പാടെ ഒരു എനിക്കില്ലാത്തൊരു അവനക്ക് കിട്ടുന്ന സുഖങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലൊക്കെ അവൻ സംസാരിക്കുന്നത് രോഹിത്ത്. നീ അവിടെ അർമാദിക്ക്, ഞാനിവിടെ തന്നെ അടി കൊള്ളുകയാണ്, അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇനിയിപ്പോൾ അച്ഛനും അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരുടെ അടുത്തും ഇനിയിപ്പോൾ കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം ഹരി അവിടെ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നുണ്ട്, ശരണ്യനെ വിളിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ റിസോർട്ടിലാണ്, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. രോഹിത്തിന് ഇത് പൊട്ടന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അവൻ കള്ളം പറയുകയാണെന്നുള്ളതൊന്നും രോഹിത്തിന് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ഹരി എന്നാൽ നീ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി അങ്ങനെ വെച്ചിട്ട് പോവുകയാണേ. രോഹിത് അങ്ങനെ അവിടെ തന്നെ റൂമിനകത്ത് അങ്ങനെ ഇരിക്കുകയാണ്, പുറത്തേക്കൊന്നും പിന്നെ ഇറങ്ങിയില്ല. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മേൻ്റെ വീടാണ്. ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ സംസാരിക്കുകയാണ്. അതായത് ഷെറിൻ്റെ വയറ്റിൽ ജോജുവിൻ്റെ കുഞ്ഞുണ്ട് എന്നറിഞ്ഞല്ലോ, അപ്പോൾ ഇനി അതിന് വേണ്ട നീക്കങ്ങൾ വേണമല്ലോ, കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംസാരങ്ങളാണ്. അതിന് ഷെറിനെ വിളിക്കണം, ഷെറിനോട് സംസാരിക്കണം, ഷെറിൻ എവിടെയാണെന്ന് ചോദിക്കണം, ഷെറിന് പ്രഗ്നൻ്റ് ആയിരുന്നോ അതോ ആ കുട്ടീനെ പ്രസവിച്ചോ അബോർഷൻ ചെയ്തോ എന്തോ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് രേവതിക്കുട്ടി നിർബന്ധിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളിക്കാൻ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും അവർ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാം, എന്നാൽ പിന്നെ നമ്പർ മനസ്സിലാവില്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാൻ നോക്കുകയാണ്. അന്നേരം നമ്പർ നിലവിലില്ല എന്ന് പറയുകയാണ്. പിന്നെ ഗ്രേസമ്മേൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് നോക്കുന്നുണ്ട്, അപ്പോഴും നമ്പർ നിലവിലില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നീട് മാമച്ചൻ പറയുന്നുണ്ട്, നമുക്ക് നാളെ അവരെ വീട് വരെ ഒന്ന് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്തും പറഞ്ഞ് പോകാനാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മാമച്ചൻ പറയുന്നുണ്ട്, നമുക്ക് ആ വഴി പോയപ്പോൾ കയറിയതാണ്, അവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നോ, രേവതിക്കുട്ടി എൻ്റെ വല്യപ്പച്ചനുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയണം, അത് നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് അങ്ങനെ പറഞ്ഞ് പോവാം. അവിടെ പോയിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊന്നും മറക്കണ്ട, അതായത് ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഇനി കല്യാണം കഴിഞ്ഞെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞെങ്കിലും അഡ്രസ്സും ഫോൺ നമ്പറും നമ്മൾ മറക്കാതെ മേടിച്ച് വെക്കണം എന്ന് പറയുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം കാണിക്കുന്നത് അലീന തറ തുടയ്ക്കുന്നതാണ് കേട്ടോ. അലീന പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനു വിളിക്കുന്നുണ്ട്. അവൾ പണിയിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മനു ചോദിക്കുന്നുണ്ട്, ഞാൻ കുറേ നേരമായാലും വിളിക്കണു, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ചെറിയ പണിയിലായിരുന്നു മനുവേട്ടാന്ന് പറയുന്നുണ്ട്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അപ്പോൾ റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ട് പണിയിലാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇവിടെ ചെറിയ ചെറിയ പണികളൊന്നും എടുക്കാണ്ട് ജീവിക്കാൻ കഴിയില്ല മനുവേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നമുക്ക് അങ്കിളിൻ്റെ ഷോപ്പിൽ, അതായത് ടെക്സ്റ്റൈൽസിലോ ജ്വല്ലറിയിലോ ചോദിച്ചുകൂടെ, അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് ചോദിക്കാമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് പാലായിലേ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ.